തമ്പുരാനേ ഈശ്വര കൈകൂപ്പി നിൽപ്പുവൻ നിൻ മുന്നിൽ ഈണറിയുന്ന മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണിഭൂമിയിലും കാരണനായുള്ള തമ്പുരാനേ അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതെ അനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉന്മായ മനസ്സിൽ ആദരിച്ചു. കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്നെ കൂടെ പിറത്തുകളായി നിനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ട് സ്വീകരിച്ചു. ഈശ്വര കൈകൂപ്പി നിൽപ്പുനൻ മുന്നിൽ ഈണറിയുന്ന വിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണിഭൂമിയിലും കാരണനായുള്ള തമ്പുരാനെ. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ സലീം നേതാവിൽ ഉപദേശിച്ചതായിട്ടുള്ള ശ്രീ മോഹൻദാസ് അമ്പലാറ്റിൽ ഡോക്ടർ ദിനേശ് കത്ര, ശ്രീ നീരണം രാജൻ, പ്രൊഫസർ ബാലജി ഗുരുവിന, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മഴമല, അതോടൊപ്പം ഈ പരിപാടി പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ കടന്നിട്ടുള്ള കേരള കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകർ, ഇങ്ങനെ യോഗം വിളിക്കുന്നതിന്റെ സാഹചര്യം അക്ഷരങ്ങളായിട്ടുള്ള കോട്ടയത്തോട് കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്, അതുപോലെ തന്നെ യുഡിഎഫിന്റെ ജില്ലാ ചെയർമാനുമായിട്ടുള്ള ശ്രീ സജീവ ജയരാജൻ, കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് രാജിവെച്ചിട്ടുണ്ടായ യുഡിഎഫുമായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിച്ച് മുന്നോട്ട് പോയ സാഹചര്യം നമ്മുടെ വാർത്താമാധ്യമങ്ങളോട് നമ്മളെല്ലാവരും അറിയുന്നതാണ്. ആ സാഹചര്യത്തിലാണ് ഇന്ന് കേരള കോൺഗ്രസിനെ സ്നേഹിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരള കോൺഗ്രസ് 2 വർഷം മുമ്പ് ഞങ്ങളെല്ലാം ശ്രീ കെ എം മാണി സാറിന്റെയും അതുപോലെ തന്നെ ശ്രീ ശിവത്തോളം സാറിന്റെയും പിന്നിൽ അടിയുറച്ച് വിശ്വസിച്ച രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടാണ്. ഔദ്യോഗികമായി ശ്രീ കെ എം മാണി സാറിന്റെയും ആശംസിച്ച് പാർട്ടിയിൽ ചില അഭിപ്രായ ഭിന്നതകളുണ്ടായപ്പോൾ പാർട്ടിയെ മുതിർന്ന നേതാക്കളിൽ ശ്രീ പി കെ സാറിന്റെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയത്. ആ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ആ പാർട്ടിയുടെ നേതാവിന്റെ കയ്യിൽ നിന്ന് ശ്രീ പി കെ സാറിന്റെ കയ്യിൽ നിന്ന് മറിച്ച് പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ടുള്ള ശ്രീ മോഹൻദാസിന്റെ ഭാഗത്തുള്ള ചില തെറ്റായ നടപടികൾ പ്രവർത്തനങ്ങളുണ്ടായപ്പോഴാണ് ഞങ്ങൾ ആ പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചത്. ഈ ചടങ്ങിന് തിരിതെളിക്കുവാനായി എഴുതിയിരിക്കുന്ന പ്രശസ്ത കലാകാരൻ പ്രിയപ്പെട്ട ഡോക്ടർ നീരണം രാജൻ, ബഹുമാനായ ഡോക്ടർ ദിനേശ് കത്ത, പ്രൊഫസർ ബാലുജി വെള്ളിക്കര, പ്രിയപ്പെട്ട പ്രസാദ് തുള്ളികുളം, ബഹുമാനായ മോഹൻദാസ് അമ്പലത്തിൽ, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മണിമല, പ്രിയപ്പെട്ട റോയ് ജോസ്, പ്രിയപ്പെട്ട ടിജോ കുട്ടുമാക്കാട്ടിൽ, പ്രിയപ്പെട്ട ബിനു ആയിരമല, വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന ബഹുമാനായ നേതാക്കളെ, ഈ ഹാളിലേക്ക് കേരള കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഈ ഹാളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രസിദ്ധ
ഇത്തരത്തിലുള്ള യോഗം ഇവിടെ ചെയ്യുവാനുള്ള സാഹചര്യം കഴിയില്ല. 2 ആഴ്ച മുമ്പ് കോട്ടയത്ത് പത്രസമ്മേളനം വിളിച്ച് നിങ്ങളുടെ സാഹചര്യത്തെ വിശദീകരിച്ചിരുന്നു. എനിക്ക് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്നലെ മുതൽ മോൺസ് ഗ്രൂപ്പിന്റെ സൈബർ ആർമി ഇന്നലെ മുതൽ യുദ്ധം തുടങ്ങിയിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയ ജോസ്കോന്റെ വേണം, അത് പഞ്ചായത്ത് വിളിച്ച് വേണം, അതിനുള്ള പണിയാണെന്നാണ് മോൺസിന്റെ സൈബർ ആർമി യൂണിയന്റെ പേരിൽ പറഞ്ഞിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഒരു കാര്യം ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ എറണാകുളത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എനിക്കെതിരെ അനാവശ്യമായ അല്ലെങ്കിൽ പ്രചരണം നടത്തിക്കൊണ്ട് എന്നെ ആക്ഷേപിച്ച് എന്നെ ആക്ഷേപമായി ഇല്ലാതാക്കാമെന്ന് ധരിക്കുന്നതെങ്കിൽ നിങ്ങൾ വിധിക്കുന്നതാണ് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാറുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് പാർട്ടി ഞാൻ KM മാണിസാറിനെ വിട്ട് ചെയ്യുകയാണ്. ഞാൻ മാണിസാറിനെ മാത്രം പുറത്തെടുത്തിട്ടാണ്, KM മാണിക്ക് മാത്രം ഉദാഹരണം എടുത്തിട്ടാണ്, KM മാണിക്ക് CF ദിവസം ഉദാഹരണം വെച്ചാണ്. മാണിസാർ മരണം വരെ അതിനോടൊപ്പം അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥമായി ഞാൻ പറഞ്ഞു, യൂണിറ്റ് പ്രസിഡന്റായി പ്രവർത്തനം ഞാൻ പോരാട് വാർഡ് പ്രസിഡന്റ്, വാർഡ് പ്രസിഡന്റ്, അതിനുശേഷം മണ്ഡല പ്രസിഡന്റ്, നിയോജക പ്രസിഡന്റ്, കോട്ടയം ജില്ലാ സെക്രട്ടറി, കോട്ടയം ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് ഈ സ്ഥാനങ്ങൾ വിളിച്ചാണ്. ഇതിനിടയിൽ പറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്തുകളെ പ്രവർത്തിക്കുവാൻ എനിക്ക് ജനങ്ങൾ അനുമതി നൽകി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് അന്ന് ഈ പാർട്ടിയിൽ ചില ശത്രുക്കളുണ്ടായിരുന്നു. പക്ഷെ മാനസാറിനെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിന് അന്ന് എനിക്ക് പഞ്ചായത്തിലേക്ക് എന്റെ സ്വന്തമാണ് എനിക്ക് സീറ്റില്ല. അന്ന് കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റ് അവിടെ കൈപ്പറ്റി ചെയ്തതിൽ എനിക്കെതിരെ കിട്ടും. ഞാൻ 2 ചോദ്യം മത്സരിച്ചു. ബഹുമാന ഈ ജനസാറും പ്രിയപ്പെട്ട മാണിസാറും എന്നോടുള്ള വാത്സല്യം എനിക്ക് സീറ്റ് തന്നു. ഞാനന്ന് നമ്മുടെ രാഷ്ട്രീയ ഒരു ജയിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ 368 വർഷത്തിൽ ഗ്രാമപഞ്ചായത്തുമാരെ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. എനിക്കല്ലേ പ്രസിഡന്റ് ആക്കാൻ കൊണ്ടുവന്നയാള് 4 വോട്ടിന് പരാജയപ്പെട്ടു ചെയ്യുക. അങ്ങനെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചപ്പോൾ എനിക്കെതിരെ കൈപ്പൊട്ടി ചെയ്തതിൽ സ്ഥാനാർത്ഥി എതിരായിട്ട് നോക്കി. പക്ഷേ ഞാൻ വിജയിച്ചു. 2000 വോട്ട് ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിൽ ജയിച്ചു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി. അതിനുശേഷം കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് ഞാൻ മത്സരിച്ചു. 10,000-ലധികം ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിച്ച ആളാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മുനിസിപ്പൽ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് സംയുക്ത കേരള കോൺഗ്രസിൽ എന്നെ പുതിയ സീറ്റിലേക്ക് വെല്ലുവിളിക്കും. എനിക്ക് സീറ്റ് പറഞ്ഞ് എന്നെ പ്രവർത്തനത്തിൽ സമയത്ത് ഈ പറഞ്ഞതുപോലെ മറ്റൊരാൾ അഭിനയിച്ചു. എനിക്ക് സീറ്റ് ലഭിച്ചില്ല. ഞാൻ എനിക്ക് പണിയില്ല. വാഴസാറിനെ പറഞ്ഞത് വാഴസാറിന് ആരോടെ ഞാൻ കേരള അതിനുശേഷം വാഴസാറ് എന്റെ മരണശേഷം കേരള കോൺഗ്രസിൽ ഉണ്ടായി. ഒരു ഇടതുപക്ഷത്തേക്ക് പോയി. ഇടതുപക്ഷത്തേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ട CF തോമസ് മാണിസാറിനെ കുറിച്ച് അസന്തോഷത്തിലായി. ആ സേവ ചെയ്യുന്നതിന് ആ മുഖമായി CF തോമസ് അവരോട് പറഞ്ഞു, നമുക്ക് യൂണിഫിക്കണം. നമ്മുടെ വിദ്യാഭ്യാസമാണ് കേരള കോൺഗ്രസ് എഴുതിവെച്ചിരിക്കുന്നത് ഏതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. ഞാൻ പ്രിയപ്പെട്ട CF തോമസിനോടൊപ്പം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് പ്രിയപ്പെട്ട നേതാവായി അംഗീകരിച്ചുകൊണ്ട് ഞാൻ കടന്നു വന്നു. ആ കടന്നു വന്ന് കേരള കോൺഗ്രസ് പാർട്ടിയെ കോട്ടയം ജില്ലയിൽ കരുത്തുറ്റ പ്രസ്ഥാനമാക്കി മാറ്റാൻ ഞാൻ അഭ്യർത്ഥന പണിയപ്പെട്ടു. ഞാൻ മാത്രമല്ല ഈ കോട്ടയം ജില്ലയിലെ പ്രവർത്തകരെ, ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ കേരള കോൺഗ്രസ് ശക്തി പകർന്നുകൊണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിലനിർത്തണം. ഇവിടെ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് പ്രസ്ഥാനം ഉണ്ടായെന്ന് തെളിയിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു. നിരവധിയായ സമര പോരാട്ട പരിപാടികൾ ഈ കോട്ടയം ജില്ലയിൽ നടത്തി. അങ്ങനെ നടത്തി ഇവിടെ അറിയാം, ഈ പാർട്ടിയെ യൂണിയനെ ശക്തിപ്പെടുത്താൻ ഞാൻ കഴിഞ്ഞ പ്രയത്നം നടത്തിയ ഒരു വ്യക്തിയാണ്. എന്നാൽ എന്താണ് സംഭവിച്ചത്? അവസാനം നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും പ്രിയപ്പെട്ട ഞങ്ങളുടെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ല. അദ്ദേഹം ഞാനുമായി ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ട് പലപ്പോഴും പറഞ്ഞു, എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ ഒരിക്കലും അങ്ങേക്ക് എതിരെല്ലാം പറഞ്ഞിട്ടും അദ്ദേഹത്തോട് വിശ്വസിച്ചില്ല. ഇതോടൊപ്പം കേരള കോൺഗ്രസിലെ കോട്ടയം ജില്ലാ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം UDFന്റെ സംസ്ഥാന കമ്മിറ്റി ജില്ലാ ചെയർമാൻ കണ്ണീരുമാരെ നിശ്ചയിച്ചു. കോട്ടയം ജില്ലാ പ്രസിഡന്റ് എനിക്ക് മാത്രം UDFന്റെ ജില്ലാ ചെയർമാനാണ് യോഗ്യതയില്ല. പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിക്ടർ തോമസ് UDFന്റെ ജില്ലാ ചെയർമാൻ, എറണാകുളം ജില്ലാ പ്രസിഡന്റ് UDF ജില്ലാ കൺവീനർ, ഇടുക്കി ജില്ലാ പ്രസിഡന്റായിരിക്കുന്ന UDF ജില്ലാ കൺവീനർ, കോട്ടയം ജില്ലാ പ്രസിഡന്റ് സരികമ്മിയുടെ മാത്രം യോഗ്യതയില്ല. അദ്ദേഹം പറഞ്ഞത് ഈ പദ്ധതിയുടെ പ്രവർത്തനം ഉമ്മൻചാണ്ടിയെ പോലെ നേതാക്കന്മാരിക്കും
പഠിക്കുമ്പോൾ മഞ്ഞക്കളെ ചേർക്കാൻ ഇവിടെ ഇന്ത്യൻ ചേർന്നവരെ പറ്റുമോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്തി. നിങ്ങളോടണം എന്തിനു വേണ്ടിയായിരുന്നു അസംബ്ലിയിലെ തെരഞ്ഞെടുപ്പിൽ യൂണിയൻ ജില്ലാ ചെയർമാൻ കൂടിയാണെങ്കിൽ ഞാൻ ആരെങ്കിലും എനിക്ക് സീക്വൻസ് അറിയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വളരെ ബോധപൂർവ്വം മുൻകൂട്ടി അദ്ദേഹം തീരുമാനിച്ചു വേണ്ടിയാക്കി സംസ്ഥാന യൂണിയനിൽ കമ്മിറ്റി നയിക്കുന്ന മത്സരം ശേഷം നോക്കണം. അസംബ്ലി കഴിഞ്ഞിട്ട് വരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട വീഡിയോ മത്സരിച്ചിരിക്കും. നമുക്ക് 4 സീറ്റ് കിട്ടും. അത് മത്സരിച്ചിരിക്കുന്നു. ഏതായാലും വേണ്ടില്ല. സംസ്ഥാനത്തിന്റെ സമയത്ത് ആശുപത്രി എനിക്ക് പറഞ്ഞ സീറ്റ് ആദ്യം ജനസീറ്റുമായി മനസ്സ് കഴിഞ്ഞാൽ കോട്ടയം രണ്ടാമത്തെ സീറ്റ് ജില്ലാ പ്രസിഡന്റ് അപ്പൊ ഞാൻ അടുത്ത സീറ്റായ ഏറ്റുമാനൂരിലേക്ക് ചോദിച്ചപ്പോ പറഞ്ഞു അവിടെ പ്രിൻസിപ്പൽ തലയാഴ്ചയിലെ ഇന്ന് LDF സ്ഥാനാർത്ഥിയായ തോമസ് ചാണ്ടിയോടൊപ്പം വള്ളത്തിൽ കയറി സമരം നടത്തിയാൽ പിറ്റേ ദിവസം ജോസഫ് തോന്നുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം തന്നെ വിളിച്ചു ഞാൻ മഞ്ഞക്കടവല്ലേ ഒരു സാധനം തട്ടിയെടുക്കാൻ വേണ്ടി പക്ഷേ ഇത് വലിയൊരു ഗൂഢാലോചനയായിരുന്നു. ഏറ്റവും സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കുട്ടിക്കൊണ്ടുപോകാൻ ഞാൻ അറിയില്ല. അതിന്റെ അവസാനം ഞാൻ ജോസഫ് സംഘത്തിലേക്ക് പോയി ഏറ്റവും സീറ്റ് അത് നമുക്ക് കളയാൻ പറ്റില്ല, ജയിക്കണം. അതുകൊണ്ട് കോൺഗ്രസ് നേതാവിന്റെ മകനായതുകൊണ്ട് അദ്ദേഹത്തെ കൊടുക്കുന്നതിനോട് മാറ്റി തന്നു. അത് അദ്ദേഹം പറഞ്ഞു ഭരണത്തിൽ വരുമ്പോൾ ഏറ്റവും നല്ല കോർപ്പറേഷൻ തരം ആ കോർപ്പറേഷൻ വേണ്ട. ഡ്രൈവർ വണ്ടിയൊക്കെയുള്ള കോർപ്പറേഷൻ അത് ചെയർമാൻ സ്ഥാനം അത് ഭരണം വരുമ്പോഴേ സാറേ. ഇപ്പോൾ എനിക്ക് ബന്ധപ്പെട്ട യൂണിയൻ ജില്ലാ ചെയർമാൻ സ്ഥാനം എടുത്തുകൊണ്ടുപോയി മോശം കൈവച്ചിട്ട് അതിനപ്പോൾ ജോസഫ് സാർ സന്തോഷമുള്ള വാങ്ങിച്ചിരുന്നു. ഞാൻ അതുമായി തൃപ്തിപ്പെട്ട് ഞാൻ അത് ഔദാര്യമല്ല, എന്റെ അവകാശം. അത് പിടിച്ചെടുത്ത എന്റെ അവകാശം ഞാൻ തിരിച്ചു മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പോരാട്ടത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു. നമുക്ക് വഴി തെരഞ്ഞെടുപ്പ് വന്നു. ഞാൻ സ്വാഭാവികമായും ജില്ലാ പ്രസിഡന്റ് സീറ്റ് ആവശ്യപ്പെട്ടു. സീറ്റ് ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു പാർട്ടി ചെയർമാൻ നിശ്ചയിക്കുന്ന സ്ഥാനത്തേക്ക് ഉണ്ടാവും. എനിക്ക് സീറ്റ് മത്സരിക്കാൻ തയ്യാറാണ്. ഇത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വേറൊരു പാർട്ടി പ്രവർത്തനവും ഞാൻ നടത്തില്ല. പക്ഷേ അത് ആലോചിക്കപ്പെട്ടില്ല. എങ്ങനെ എനിക്ക് സീറ്റ് എനിക്ക് തത്വമില്ല. സംസാരിച്ച സീറ്റ് ഞാൻ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തെ മാധ്യമ സ്ഥാപനങ്ങളിലടക്കം ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് വ്യക്തമായി എനിക്ക് മനസ്സിലായില്ല. ജില്ലാ പ്രസിഡന്റ് കൂടുതൽ കൂടപ്പെടേണ്ട അദ്ദേഹത്തിന്റെ നിർദ്ദേശം കിട്ടി. അദ്ദേഹത്തെ ഫോൺ വിളിക്കാറില്ല. അവർ ഞാൻ സ്വാഭാവികമായിട്ടും നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടായി ഞാൻ ഒഴിവായിരുന്നു. ഇനി ഞാൻ ഫ്രാൻസിസ് പരാജയപ്പെടേണ്ട. അതിനുശേഷം പാലാ നിയമത്തിൽ പോലും അവിടെ അദ്ദേഹം വിളിക്കാറില്ല. ഇവരുടെ പാലാ നിയമങ്ങളുടെ കൺവെൻഷനുകളും അവിടെ പോലും പ്രസംഗിക്കാൻ ജില്ലാ പ്രസിഡന്റായി എനിക്ക് അവകാശം ആവശ്യമില്ല. എന്റെ നിയമമണ്ഡലത്തിൽ എന്റെ മണ്ഡലത്തിൽ പോലും ജില്ലാ പ്രസിഡന്റ് യൂണിയൻ ചെയർമാനുമായ എനിക്ക് അവർ പ്രസംഗിക്കാനും ഉദ്ഘാടനമാണെന്നോടും എന്നെ അനുവദിച്ചില്ലായിരുന്നു. നിങ്ങൾക്ക് 2 മാസം മുമ്പ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് സാക്ഷിയാണല്ലോ. കോട്ടയം ജില്ലാ ക്യാമ്പ് നടന്നു. ചരിത്രത്തിൽ കോട്ടയത്ത് 450 പേരെ രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ ഇരുത്തിക്കൊണ്ട് നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് ക്യാമ്പ് നടന്നു. ആ ക്യാമ്പിന് ശേഷം അദ്ദേഹം പ്രഖ്യാപിക്കുന്നു ജില്ലാ പദയാത്ര എന്തിനു വേണ്ടി അത് പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ. ആ ജില്ലാ പദയാത്രയെ പ്രഖ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ അഡ്വാൻസ് ആയിട്ട് അടുത്തിരിക്കുന്നു ഭാഗത്തേക്ക് ഉദാഹരണം അടുത്തിരിക്കുന്നത് എവിടെയാ മുന്നത്തെ കവിതപ്പള്ളി ഭാഗ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ കറങ്ങി കോട്ടയത്തെ കൈകാര്യം പേരുമായി മാർച്ച് നടത്തുന്ന എന്റെ ആശയത്തെ അദ്ദേഹം വരാൻ വേണ്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ പ്രഖ്യാപിച്ചു. അദ്ദേഹം നയിക്കുന്നു. അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് അതിന് ജനവിക്രം ലീഡർ ജില്ലാ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് ക്ഷണിതാവ് എങ്ങനെ ഞാൻ പോയി പങ്കെടുത്തു. അടുത്തിരുത്തിയുടെ രാവിലെ തുടങ്ങി ഏതാണ്ട് 350 പേരോട് തുടങ്ങിയ ആ ജാഥ എനിക്ക് വന്നു മുട്ടില്ല കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം പൊട്ടുപോയി. എനിക്ക് കാണാനായി പ്രശസ്തമായി 40 പേരായി മരിച്ച നായകൻ അങ്ങനെ ആശുപത്രിയിലേക്ക് പോയി. എനിക്ക് എന്റെ തൊട്ടടുത്ത വീട്ടിലെ ഒരു ചടങ്ങിൽ നിർവാഹമില്ലാതെ ഉച്ചയ്ക്ക് പറഞ്ഞു. ഞാൻ ഉച്ചയ്ക്ക് കഴിയുമ്പോ നമ്മുടെ ഹാൻഡ്സിന്റെ അവിടെ ചോറ് കിടക്കുന്നു. അപ്പോൾ 100 പേരുണ്ട്. അവിടെ ചോറിന് കഴിഞ്ഞ് അവിടെ തെരുവിലേക്ക് കേട്ടു. അതിനുശേഷം അവിടുന്ന് വാഹനത്തിൽ കെട്ടി നീതിമന്ദിര പാദത്തിലേക്ക് 50 പ്രവർത്തകരെ ഇറക്കി. പ്രദേശത്തൊക്കെ ആളുകൾ വന്നു. ഏതാണ്ട് 700-1000
വെള്ളം നീങ്ങിയതാണ്. വെള്ളം നീങ്ങി നീരുവന്റെ ഭാഗത്തു നിന്നും നമ്മുടെ മംഗളത്തിന്റെ അവിടെ വീണ്ടും നമ്മുടെ ഇവിടേക്ക് യഥാശിഷ്ടം ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാഗപുരത്ത് റെയിൽവേ സ്റ്റേഷൻ വഴി നഗരമായി തിരുവനന്തപുരത്താണ് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു നമുക്ക് കാര്യം നേരെയാക്കാമെന്ന് ഞാൻ നാഗപുരത്തുനിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് ജാഥ മാറ്റി സാക്ഷാത്കാരം രക്ഷിക്കുകയുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നു ആ ജാഥ പഠിക്കാൻ ജില്ലാ പ്രസിഡന്റ് ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ചില മാത്രമല്ല അദ്ദേഹം വ്യക്തിമാരുടെ മീറ്റിംഗുകളെ പ്രസംഗിക്കുക പ്രസംഗിക്കുകയാണ്. കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് പരിപാടികളില്ലാത്തതുകൊണ്ടാണ് ഞാൻ 15 ലക്ഷം രൂപ മുടക്കി അദ്ദേഹം പരിപാടി സംഘടിപ്പിച്ചത്. അദ്ദേഹം വിളിച്ചു പറയുകയാണ് മനസ്സിലാക്കണം. കേരള സംസ്ഥാനത്ത് കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് പരിപാടി നടന്നത് ഏതെങ്കിലും ഞാൻ ഉപയോഗിക്കുക അതിലേക്ക് ശേഷം വിചാരിക്കണം. അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു പൊളിച്ചതിനു ശേഷം അദ്ദേഹം ആരോപിച്ചു. പിന്നെ പറഞ്ഞു ചില ആളുകൾ പൊളിക്കാൻ നിന്നെങ്കിലും പറയുന്നില്ല. ഞാൻ ജാഥ നയിച്ചതുകൊണ്ടാണ് കോട്ടയം പാർപ്പിച്ചത് ആഗ്രഹിച്ചത്. ഇതൊക്കെ ലഭിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ പറയാ, കോട്ടയം ജില്ലാ പ്രസിഡന്റ് കോട്ടയില്ല നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ പാർലമെന്റിലേക്ക് പോകുന്നു, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. നമുക്കറിയാം സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കണ്ണിലാകേണ്ടത് ഈ മത്സരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനും ഈ ശിക്ഷ പ്രസിഡന്റ് ചേർന്നതാണ് കഴിഞ്ഞ കാലഘട്ടത്തിലായിരുന്നു. പക്ഷേ ആ സ്ഥാനം എനിക്ക് പറയൂ ഞങ്ങളുടെ ശിശു പ്രസിഡന്റ് ജനമാക്കി ഞാൻ ഒന്നും അറിയില്ല. അതിനുശേഷം ഇവിടെ നോമിനേഷൻ കൊടുക്കാൻ പാർട്ടിയെ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ ജില്ലാ പ്രസിഡന്റ് വെളിയിലേക്ക് കഴിച്ചില്ല, അല്ലെങ്കിൽ ആഹാരം കഴിച്ചില്ല എന്ന് അദ്ദേഹം ആശംസിച്ചു. അതുകൊണ്ട് ചില ഭാഗത്തിന്റെ പേരുകൾ നമ്മളെപ്പോൾ ഞാൻ മനസ്സിലാക്കി ഈ ഗൗരവമായി സമീപിച്ചു പോവുകയില്ല. എന്തെങ്കിലും തെറ്റിദ്ധാരണ മാറ്റണമെന്ന് ഞാനൊരു കായ് പിടിച്ച് അപേക്ഷിച്ചു. പക്ഷേ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ വീണ്ടും എന്നെ ഈ അപമാനിച്ച് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പാർട്ടിയെ ഒന്നുമല്ലാതാക്കാൻ ആ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തിന് പൂർത്തിയായിട്ട് തയ്യാറാണ് അദ്ദേഹത്തിന്റെ കൃത്യമായി ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ ഈ പാർട്ടിയിൽ ഇറങ്ങേണ്ടി വന്നത്. ഇവിടെ മോസിന്റെ അടികൾ പറഞ്ഞതുപോലെ പണം വലിച്ചെടുക്കാൻ ഞാൻ പോയിരുന്ന പദ്ധതിയിൽ അത് അവസരം മറുപടി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ അനുഭവിക്കുന്നില്ല. ഏതായാലും ഈ നമുക്ക് ഇവിടെ കേരള കോൺഗ്രസ് ജനിച്ചെങ്കിൽ കേരള കോൺഗ്രസ് മരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇവിടെ യോഗം പഠിച്ചത്. കേരള കോൺഗ്രസ് ജീവിച്ചവരാണ് ആഗ്രഹം കൊണ്ടാണ് ഞാൻ യോഗം പഠിച്ചത്. ഇവിടെ കേരള കോൺഗ്രസിന് ഒരു പുതിയ കേരള കോൺഗ്രസിന് ഇതിവിടെ തുടക്കം കുറിക്കും. ഇവിടെ ഞങ്ങൾ ഈ കോട്ടയത്തിനുള്ളിൽ കേരളത്തിനുള്ളിൽ അറിയാവുന്നവർ ഇന്നും ഈ ഉറക്കെ അവരുടെ അഭിമതികളെ നമ്മള് ഇവിടെ പാർട്ടി പ്രഖ്യാപനം ഇവിടെ നിർവഹിക്കും. എങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പാർട്ടിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനുള്ള കാര്യം ഞാൻ പറയുകയാണ്. സുസ്ഥിരമായ ആ സുസ്ഥിര കേന്ദ്രവും സമർത്ഥമായ സംസ്ഥാനവും കേരള സാറിന്റെ ആ മുദ്രാവാക്യം മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പാർട്ടിക്ക് തുടക്കം കുറിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഇത് 240 രൂപ വർദ്ധിപ്പിക്കുമെന്ന് ഇവിടെ കേരളത്തിലെ ഒരു സ്ഥാനത്ത് മാത്രമേ വർദ്ധിക്കൂ. ആദ്യമത്തോട് പറഞ്ഞിരുന്നു. അത് കേന്ദ്ര ഗവൺമെന്റുമായി അത് ചേർന്നുകൊണ്ട് അതിനുള്ള തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്നലെ കഴിഞ്ഞ നിർമ്മിണ്ടായി. ഇവിടെ അവരുടെ സംരക്ഷിക്കുന്നതോടൊപ്പം നീക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്നലെ പ്രസാദ പള്ളി നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക് വിവിധ കൊടുക്കുവാനാണ് ഞങ്ങൾ പാർട്ടി രൂപീകരിക്കുന്നത്. അതിനുശേഷം കേന്ദ്ര ഗവൺമെന്റിനെ ശക്തി ചെയ്തുകൊണ്ട് വലിയ ആക്രമണത്തിൽ പക്ഷേ ഇന്ന് നിർവഹിക്കുന്നു. കേന്ദ്ര സംരക്ഷണ നിയമം തിരുത്തിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് സാധിക്കുള്ളൂ. ആ കേന്ദ്ര ഗവൺമെന്റിനെ തിരുത്തിക്കുവാനുള്ള ഒരു പ്രധാനമായി കേരള കോൺഗ്രസ് കർഷകർക്ക് കൊണ്ടുണ്ടാകും. അതോടൊപ്പം ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്കറിയാം. ദൈവമായ കേരളത്തിൽ നമ്മുടെ എത്രയോ സമൂഹത്തിൽ പാവപ്പെട്ട കുട്ടികൾ പോലും വിശ്വാസം കഴിച്ചു. ആ ദൈവമായ ആക്രമണത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തെ കേരളത്തെ മോചിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിൽ അതിനു വേണ്ടിയുള്ള പോരാട്ടം നടത്തുവാൻ ഈ പാർട്ടി ഉണ്ടാകുമ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും തുല്യനീതിയും അവരുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കുന്നതിനും മതപരമായ നടത്തുന്നതിന് വേണ്ടിയുള്ള ആ തുല്യനീതിയും വേണ്ടിയുള്ള പോരാട്ടവും
പ്രവർത്തനവും കേരള കോൺഗ്രസ് പാർട്ടി നടത്തും ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കണം. അവിടെ വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള പോരാട്ടവും കേന്ദ്ര സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തും. അവിടെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും കാർഷിക മേഖലയ്ക്കും അതോടൊപ്പം വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് മാറ്റം വരുത്തുന്നതിന് ചരിത്ര ശക്തിയായി കൂടി കേരള കോൺഗ്രസ് പ്രവർത്തിക്കും. ഒരു കാര്യം കൂടി പ്രധാനമായിട്ട് പറയട്ടെ, കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രിയങ്കരനായ ചെയർമാനായ ശ്രീ പി കെ ജോസഫ് ആശയങ്ങൾ അത് നടപ്പിലാക്കുവാൻ ഞങ്ങൾ സജീവമായി പ്രവർത്തനം മാലിന്യമുക്ത കേരളം എന്ന പി കെ ജോസഫിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ കൂടി ഞങ്ങളുടെ പാർട്ടി വളരെ ശക്തമായി ഞങ്ങൾ മുന്നോട്ടുണ്ടാകും. അതോടൊപ്പം ജനഭാഗങ്ങളുടെ ഉന്നതം ലക്ഷ്യമാക്കി പാർട്ടി പ്രവർത്തിക്കും. സ്ത്രീ സുരക്ഷയും യുവക്ഷേമം ഉറപ്പാക്കുന്നതിനും പുത്തൻ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാർഷിക അവരുടെ വിലക്കയറ്റത്തിന് പരിഹാരം കാണുന്നതിനും ഈ കേരള കോൺഗ്രസ് പാർട്ടി ഭാഗമായ ഈ പാർട്ടി ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നു. ഞാൻ എപ്പോഴും പറയുന്നു, പ്രിയപ്പെട്ട പി കെ ജോസഫ് അദ്ദേഹത്തിന് വലിയ ആശയങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും കൂടി ഞങ്ങൾ ഈ പാർട്ടി അദ്ദേഹത്തോട് ചോദിക്കുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഈ പാർട്ടിയുടെ കേന്ദ്ര സർക്കാരിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിവിടെ ആരുമായി അല്ലെങ്കിൽ ഒരു ഘടകകക്ഷികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമില്ല. അടക്കമുള്ള കോട്ടയത്തെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരുമായി എനിക്ക് യാതൊരു വ്യത്യാസവുമില്ല. ഇവിടെ ഒരു ഘടകകക്ഷികൾക്ക് ചേർത്തില്ല. ഞാൻ യു ഡി എഫിന്റെ ചെയർമാനെന്നതിൽ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോയത്. അവർ തുടർന്ന് എനിക്ക് ഞാൻ പറഞ്ഞു, ഇവിടെ രാഷ്ട്രീയ സുഹൃത്തുക്കൾ ഇവരെല്ലാവരും അറിയാം, ഇവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എന്റെ ഭാഗത്ത് ഞാൻ എല്ലാ വിഷയം ഞാൻ ഇവരെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുവാനുള്ളത്, നമുക്ക് ഒറ്റക്കെട്ടായി പാർട്ടിയെ നമുക്ക് കരുത്തോടെ മുന്നോട്ട് നയിക്കണം. കേരളത്തിന്റെ വികസനം നമുക്ക് സാധ്യമാക്കണം. ഇവിടെ നമുക്കറിയാം, ചില നിങ്ങള് ഈ 2 വർഷത്തോളം പോകുന്നത്, 2 വർഷത്തോളം ഗവൺമെന്റ് ഇല്ല, എൻ ഡി എക്ക് ഗവൺമെന്റ്, എല്ലാവർക്കും ഗവൺമെന്റ്, എല്ലാവർക്കും ഗവൺമെന്റ്, എല്ലാവരുടെയും ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റ് തീർത്ത ശക്തിയായി നമ്മുടെ നാടിന് വേണ്ടി, ഇവിടെ കൃഷിക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി, യൂണിയനുകൾക്ക് വേണ്ടി പോരാടാണ് ഇന്ന് ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുകയാണ്. ഇത് ആരെയും വെല്ലുവിളിക്കാനല്ല, ആരെയും ആക്രമിക്കാനല്ല. ഇത് ഇവിടുത്തെ കൃഷിക്കാരുടെ ബന്ധം നല്ല കൃഷിക്കാരല്ലേ അത് കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിൽ പിന്തുണത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പാർട്ടി രൂപീകരിക്കുന്നത്. ഒരു കാര്യം ആഗ്രഹിക്കുകയാണ്, സുഹൃത്തുക്കൾക്കും ബി ജെ പിയുമായിട്ട് ശ്രമിക്കും. നമ്മുടെ ബി ജെ പിയുടെ മുഴുവൻ ആശയങ്ങളോടും നമുക്ക് യോജിപ്പുണ്ടെങ്കിൽ ബി ജെ പി ചേരാമായിരുന്നു. അപ്പൊ ബി ജെ പി അതിന്റെ ഒരു ഘടകകക്ഷിയായിരുന്നുകൊണ്ട് അവരുമായി സഹകരിച്ചുകൊണ്ട് നിലവിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഫലപരമായ എന്തെങ്കിലും പിഴവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചുകൊണ്ട് ഈ നാടിന് വേണ്ടി, ഇവിടുത്തെ കൃഷിക്കാർക്ക് വേണ്ടി പോരാട്ടം നടത്തുക എന്ന ലക്ഷ്യം മാത്രമാണ്. ഇവിടെ എന്നോട് സൂചിപ്പിച്ചു, എനിക്ക് കാര്യമായി ഏൽക്കില്ല. യു ഡി എഫിന്റെ നേതാക്കൾ മുഴുവൻ വിളിച്ചു. ഇപ്പോൾ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ ഈ സംസ്ഥാനത്തെ യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വിളിച്ചു. അങ്ങനെ നമ്മുടെ യു ഡി എഫിന്റെ സഹോദരൻ എനിക്ക് വിട്ടുപോകണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ പ്രമുഖനായ നേതാവ്, അദ്ദേഹം വലിയ മന്ത്രിയാണ്, 15-20 വർഷം എംഎൽഎയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം പിടിച്ചു നിർത്താൻ എനിക്ക് പറ്റില്ല, യു ഡി എഫിൽ നിർത്താൻ പറ്റില്ല, അദ്ദേഹം നിർത്താൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട നേതാവ് പറഞ്ഞു, അന്നേക്കാളും ബുദ്ധിമുട്ടാണ് പറയുക, അന്നേക്കാളും പഞ്ചായത്ത് സീറ്റ് വേണം കൊടുക്കാം. ഞാൻ ചോദിക്കട്ടെ, മോശം പറഞ്ഞോ, ഞാൻ 26 വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഒരു പഞ്ചായത്ത് മെമ്പർ ബാങ്ക് മെമ്പർ പോലുമായി ആരിനെ കൊണ്ട് നോക്കുക. അതോടൊപ്പം നാം കഴുതത്തിലെ മനസ്സുകൊണ്ട് പരാജയപ്പെട്ടവരായിരിക്കാം. സിപിഐയുടെ മൂലവരെ പി.സി. തോമസിനെ സൗഹൃദമായി മത്സരിപ്പിച്ചത് അഭിപ്രായത്തിൽ ആനുകൂല്യത്തിൽ എംഎൽഎ അതിന്റെ അഹങ്കാരമാണ് അദ്ദേഹം പറയുന്നത്. വിവാദമുണ്ടായി, അതൊക്കെ പഠിക്കട്ടെ, ഏതൊന്നും പറയുന്നില്ല. അതിന്റെ പിന്നിലേക്ക് ആരുണ്ടെന്ന് ദൈവം അത് തെളിയിക്കാൻ കഴിയില്ല. അതിനുശേഷം മന്ത്രിയായ നമ്മുടെ തിരുവനന്തപുരം അദ്ദേഹത്തിന്റെ മണ്ണ് വിവാദമുണ്ടാക്കി, ആരുണ്ടാക്കി, ഇതൊക്കെ കൃത്യമായി എനിക്കറിയാം, പക്ഷെ പറയുന്നില്ല. ആളുകളെ ഉണ്ടാക്കി, ആ 2 പേരെയും ജാതി ഒപ്പിച്ച് മന്ത്രിയായി, അതിന്റെ അഹങ്കാരം അത് ജനങ്ങൾ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപാട് എനിക്കൊന്നും മാത്രമേ പറയുള്ളൂ. ഒരാളെ നമ്മുടെ ലോകം നശിപ്പിക്കാൻ, മനഃപൂർവ്വമാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ, ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ ദൈവം അവരെ ശ്രമിക്കില്ല. അങ്ങനെ എനിക്ക് പറയുള്ളൂ. ഞാൻ നമ്മുടെ ജില്ലാ പ്രസിഡന്റുകളിൽ എനിക്ക് വേണ്ടി പല ആളുകളെ വെച്ച് പാർട്ടി ഓഫീസിൽ വരുന്ന ലക്ഷം എനിക്ക് ലഭിക്കുന്നില്ല. പാർട്ടി ഓഫീസിൽ ചെല്ലാതെ അവിടെ എനിക്ക് വേണ്ടി 2 പേരെ വെച്ചിരിക്കുക.
അവരൊക്കെ നാട്ടിൽ ദുഃഖം തന്നെ പാർട്ടി പ്രസിഡന്റ് ഞാൻ ഇത്രയും കഴിഞ്ഞ ദിവസം യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞു ഏറ്റവും അവസാനം നിസാരം ജില്ലാ പ്രസിഡന്റ് ഓപ്പറേഷൻ കാര്യത്തിലായി വാസിച്ചപ്പോൾ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞത്. ഞാൻ അവരോട് പറഞ്ഞു ഒരു കാര്യം കഴിഞ്ഞ 4 വർഷക്കാലമായി ഈ കാര്യങ്ങളൊക്കെ ഞാൻ എവിടെ വ്യക്തി ഞാൻ ശ്രമിച്ചു. പ്രിയപ്പെട്ട സംസ്ഥാനത്തെ ഒരു കാര്യങ്ങൾ വഹിച്ചു. അതിന് 4 5 വീട്ടിൽ ചെന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഭാരമായി മാറില്ല എന്ന് പറഞ്ഞു. അവിടുത്തെ ചിരിച്ചു കളിക്കും ചായ പ്രതിവിട്ടാൽ അടുത്ത പണിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ജില്ലാ പ്രസിഡന്റ് ഉള്ളതിനേക്കാൾ നല്ലത് ജില്ലാ പ്രസിഡന്റ് എല്ലാവരും പിടിക്കാനുള്ളത്. പക്ഷേ അങ്ങനെ തീരുമാനിച്ചപ്പോൾ നമ്മുടെ സഹപ്രവർത്തകർ സുഹൃത്തുക്കളോട് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ മാധ്യമപ്രവർത്തകർ പറഞ്ഞു, സൈനികരെ ഒരു രാഷ്ട്രീയ പ്രവർത്തകരായി ഇരിക്കാൻ പാടില്ല എന്ന് കർശനമായി ആളുകൾ നിർദ്ദേശിച്ചു. നിരന്തരമായ ആളുകളുടെ പല ആളുകൾ ഈ സംസ്ഥാനത്തിൽ നിന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ എന്നെ സ്വാഗതം ചെയ്തു. അവസാനം ഞാൻ തീരുമാനമെടുത്തു രാഷ്ട്രീയ രംഗത്ത് ഒരു പാർട്ടിയിലേക്ക് ജയിക്കാൻ ചേരാൻ പറഞ്ഞു. പക്ഷേ ഒരു കേരള കോൺഗ്രസുകാരായി ജനിച്ച എനിക്ക് കേരള കോൺഗ്രസുകാരായി അല്ലെങ്കിൽ മരണം വരെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളത് തന്നെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് മുന്നോട്ട് കൊടുക്കുന്നത്. ഇന്ന് എന്നോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച് അതാണ് നിങ്ങളോട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ ഞാൻ നിന്റെ പാർട്ടിയിൽ നിന്ന് ഒരു നിലപാടിനെയും നിലപാടിപ്പിക്കാൻ ശ്രമിച്ചില്ല, ആരെയും പ്രവർത്തിച്ചുകൊണ്ടേ ശ്രമിച്ചില്ല. ഞാൻ എടുത്ത നിലപാടുകൾ ശരിയാണെങ്കിൽ എന്നോടൊപ്പം വരാനുള്ള ആഗ്രഹിക്കുന്ന ആളുകളെ പിടിച്ചുകൊണ്ട് ശബ്ദം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നിങ്ങളുടെ പാർട്ടി പ്രഖ്യാപനം തീരുമാനത്തിന് ശേഷം തീരുമാനത്തിന് ശേഷം പാർട്ടി പ്രഖ്യാപനം നടത്തും. അതിനുശേഷം ഇവിടെ NDA സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളി 12 കാലോടുകൂടി നമ്മുടെ കയ്യിലേക്ക് വന്നതും അതിനുശേഷം നിങ്ങളൊക്കെ പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നവർക്ക് എല്ലാവർക്കും വയ്ക്കുന്ന അഭിവൃദ്ധി നടപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ജയിക്കാനുള്ള പറയാൻ വാക്കുകളില്ല. ജനകീയമായ ശബ്ദത്തിൽ നിർവഹിച്ചത് ഞാൻ ആലോചിക്കായിരുന്നു. അദ്ദേഹം കടന്നു വന്ന പാതകൾ പ്രയാസത്തോടെ പറയുകയുണ്ടായി. ഒറ്റയ്ക്ക് മുകളിൽ KC യൂണിറ്റ് മുതൽ ജില്ലയുടെ സുപ്രധാനമായ സ്ഥാനം വ്യക്തിയാണ്. ഞാൻ വന്നപ്പോൾ 2 മനോഹരമായ ഫോട്ടോ മാനസാമിയെ കാണുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വേദിയിൽ പാടിയ 2 പാട്ട് ഞാൻ പാടിക്കൊണ്ട് സരിസായി കേരളത്തിന് അഭിമാനം കേരളത്തിന് അഭിമാനം തന്റെ കർഷകന്റെ ധീരനായ നേതാവാണല്ലോ. കനകവീരമായ അദ്ദേഹത്തിന്റെ ശബ്ദവും അതിന് നൃത്തവും പാടവും സജീവ മഞ്ഞപ്പുറമിൽ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. വളരെ ത്യാഗപൂർണമായി വളരെ ലക്ഷ്യബോധமான ഒരു വ്യക്തിയാണ് സജീവ. നല്ലൊരു കൈകൾ കൊടുക്കാണ്ട് ഇത്രയും മീഡിയക്കാരെ ഇത്രയും ഇത്രയും മീഡിയക്കാർ ഇത്രയും ജനാധിപതിയെ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം വഹിച്ച പങ്ക് പറയാൻ വാക്കുകളില്ല. മഹാത്മാഗാന്ധി പറയുന്നതായി ഒരു നേതാവ് എന്ന് പറയുന്നത് ജനങ്ങളുടെ മുമ്പിൽ നടക്കുന്ന ആളല്ല, ജനങ്ങളുടെ പിന്നിൽ നടക്കുന്ന ആളല്ല, ജനങ്ങളോടൊപ്പം നടക്കുന്ന ആളാണ്. ജനങ്ങളോടൊപ്പം നിന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സജീവ്. ഈ ദീപം കൊടുക്കുമ്പോൾ ഈ ദീപം ഒരു സാക്ഷ്യം കളിച്ചിട്ട് മാത്രമാണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് പിന്നാലെ അത് നേതൃത്വം കൊടുത്ത കേരള കോൺഗ്രസ് പ്രസ്ഥാനം വലിയൊരു വീഴ്ചയായി ജനങ്ങൾ പ്രയോജനങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഏറ്റവും സഭ്യമായ രീതിയിൽ പോകാൻ ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി മീഡിയക്കാരുടെ അനുമതിയോടുകൂടി സജീവ മഞ്ഞപ്പോൾ നേതൃത്വം എല്ലാ ആൾക്കാരെയും വേദിയിരിക്കുന്ന എല്ലാവരുടെയും അനുമതിയോടുകൂടി വിജയപൂർവ്വം ഈ പദ്ധതിയും ഞാൻ കൊടുത്തു.
നമ്മുടെ പാർട്ടിയുടെ നാമകരണ രീതിയിൽ ഭാരവാഹി പ്രഖ്യാപിക്കുന്നതിനുമായി പ്രിയപ്പെട്ട നമ്മുടെ ദിനേശ് കർത്ത ക്ഷണിച്ചു. ഇപ്പോൾ എന്തായാലും സ്ഥാനാർത്ഥിയെല്ലാം വരാനിരിക്കുന്ന സ്ഥിതിക്ക് വലിയൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം പിന്നീട് അവസരം കിട്ടിയ സംസാരിക്കുക. നമ്മൾ ഈ ഒരു രാഷ്ട്രീയ കേരളത്തിന്റെ രാഷ്ട്രീയ അവസ്ഥയിൽ ഉദിച്ചുയരുന്ന ഈ ഒരു പുതിയ താരം, പുതിയ പാർട്ടിക്ക് നമ്മൾ പേരിട്ടിരിക്കുന്നത് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്നാണ്. എല്ലാവരും നമ്മുടെ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചെയർമാനായി ശ്രീ സജി മഞ്ഞക്കടലിനെ ഞാൻ നിർദ്ദേശിക്കുന്നു. നമ്മുടെ പുതിയ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനായി നമ്മുടെ ഡോക്ടർ ദിനേശ് കർത്താവിനെ വർക്കിംഗ് ചെയർമാനായി ഈ നിയമിച്ചിരിക്കുന്ന അദ്ദേഹം വിവിധ മേഖലകളിൽ പ്രാഥമിക നിലയിലുള്ള വലിയ ഒരു നേതാവാണ്. വൈസ് ചെയർമാനായി പ്രിയപ്പെട്ട ബാലുജി വെളിക്കര, അദ്ദേഹത്തെ ഒൻപത് നിവാസിയാണ്. ദീർഘകാലമായി കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണ്. ഓഫീസർ ജനറൽ സെക്രട്ടറിയായി പ്രിയപ്പെട്ട ശ്രീ പ്രസാദ് കുള്ളികുന്നത്തെയും നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെക്രട്ടറിമാരായി ശ്രീ മോഹൻദാസ് സാമ്പനാട്ടിൽ, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മണിക്കർ, മോഹൻദാസ് സാമ്പനാട്ടിൽ, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മണിക്കർ, മോഹൻദാസ് സാമ്പനാട്ടിൽ, ട്രഷററായി പ്രിയപ്പെട്ട ശ്രീ റോയ് ജോസ് കുന്നുമുറിയിലെ യൂത്തിന്റെ ചുമതലക്കാരായിട്ട് ജിയോ കുടുംബത്തെ കോട്ടയം ജില്ല കൺവീനറായി പ്രിയപ്പെട്ട ബിനു ആയിരമായി പാർട്ടിയുടെ ജില്ലയുടെ ബാക്കിയുള്ള ഭാരവാഹികളെ വരുന്ന ഈ തെരഞ്ഞെടുപ്പിന് ശേഷം 14 ജില്ലയിലും നമ്മൾ ജില്ലാ നേതൃത്വങ്ങൾ വിളിച്ചു ചേർത്ത് അതിനുശേഷം 15-ാം ദിവസം എറണാകുളത്ത് നമ്മുടെ സംസ്ഥാന നേതൃത്വം വിളിച്ച് സമ്പൂർണമായ സംസ്ഥാന കമ്മിറ്റി നിലവിൽ പോഷക സംഘടനയെ മുഴുവൻ സംസ്ഥാന ഭാരവാഹികളെ പാർട്ടിയുടെ തെരഞ്ഞെടുക്കും. ഇന്ന് കേരള കോൺഗ്രസിന്റെ ഭാരവാഹികളായി പുറത്തുകൊണ്ടുവന്ന നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാം രാജിവെച്ചുകൊണ്ട് നിലവിലെ കേരള കോൺഗ്രസ് കടന്നു പോകുന്നു. ഇനി തുടർന്നും എനിക്കറിയാം ബന്ധപ്പെട്ട പ്രവർത്തകർ ഈ പാർട്ടിയിലേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്നു. ആരൊക്കെ കടന്നു വന്നാലും അവരെയൊക്കെ സ്നേഹത്തോടെ സ്വീകരിക്കും. പക്ഷെ ഒരു കാര്യം മാത്രം പറയാം, ഒരാളെയും പക്ഷത്തിൽ നിന്ന് ക്യാൻവാസിൽ പിടിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫർ പിടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഓഫറൊന്നുമില്ലാതെ കേരള കോൺഗ്രസ് സഹിക്കുന്ന ആളുകൾ കടന്നു വന്നാൽ ഞങ്ങൾ ഈ പാർട്ടി അവരെ നെഞ്ചോട് ചേർത്ത് സംരക്ഷിക്കുന്നു മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. നമ്മുടെ ഈ പാർട്ടിയെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങൾ പ്രിയപ്പെട്ട നമ്മുടെ ഡോക്ടർ ദിനേശ് കർത്താവ് വർക്കിംഗ് ചെയർമാൻ പ്രിയപ്പെട്ട പ്രസാദ് എത്തിച്ചേരും. അദ്ദേഹത്തെ കണ്ടിട്ട് എല്ലാവരും പുറമോട്ട് കേരള കോൺഗ്രസ് അഭിപ്രായം ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഓൾറെഡി നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം എത്തിയതാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കേൾപ്പിക്കുന്നത് ഏത് ഒരു രംഗത്തും രാഷ്ട്രീയ രംഗത്താണെങ്കിലും വ്യക്തിരംഗത്താണെങ്കിലും
ബാക്കി ഏത് രംഗത്താണെങ്കിലും നാം കാത്തു സൂക്ഷിക്കേണ്ട ചില മൂല്യങ്ങളുണ്ട്. ഒന്ന്, വാക്കിന് വ്യവസ്ഥ എന്ന് പണ്ടുള്ളവർ പറയും. വാക്കിന് വ്യവസ്ഥ വേണം. എനിക്ക് പ്രിയപ്പെട്ട നമ്മളുടെ ചെയർമാൻ സജി മഞ്ഞക്കടമ്പലിനെ കാലങ്ങളായുള്ള പരിചയമാണ് ഉള്ളത്. ഞാൻ ഇവിടെ പാലാ ഏണിച്ചൽ സ്വദേശിയാണ്, ഇപ്പോൾ തൃശ്ശൂരാണ് താമസമാക്കിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ജോസ് കെ മാണി പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി മറ്റൊരു പാർട്ടിയായി മാറി. ആ സമയത്തും UDF അടിയുറച്ചു നിന്ന നേതാവ്. ആ സമയത്തെ പത്രമാധ്യമങ്ങൾ ഒന്ന് ഇന്ന് ശ്രീ സജി മഞ്ഞക്കടമ്പലിനെ ചവിട്ടി താഴ്ത്തിയത് ഒന്ന് ആ കാലത്തെ പത്രമാധ്യമങ്ങളിലൂടെ ഒന്ന് കടന്നു പോകണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ആ കാലഘട്ടങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി, കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നിരന്തരം മാധ്യമങ്ങളിലൂടെ പോരാട്ടം നടത്തിയ, പൊതുരംഗത്തിറങ്ങി പോരാട്ടം നടത്തിയ, പൊതുജനമധ്യത്തിൽ പോരാട്ടം നടത്തിയ ശ്രീ സജി മഞ്ഞക്കടമ്പലിനെ എന്താണ് അവസാനം ചെയ്തത്? എന്താണ് അദ്ദേഹത്തിന് അവർ ചെയ്തത്? ഒന്ന് ആലോചിച്ചു നോക്കുക. രാഷ്ട്രീയത്തിൽ നേരിടുന്നതിന് വേണ്ടി രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരാൾക്ക് ഒരു സീറ്റിൽ കൊടുക്കുന്നത് അയാൾ പൊതുജനമധ്യത്തിൽ പ്രവർത്തിക്കാനല്ല, അല്ലെ? പൊതുജനമധ്യത്തിൽ പ്രവർത്തിക്കാനാണ് ഒരാൾക്ക് പാർട്ടി സീറ്റ് കൊടുക്കുന്നത്. അതല്ലാതെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനെ ചവിട്ടി നടത്താനാണോ ഒരാളെ MLA ആക്കി വിടുന്നത്? പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനെ അപമാനിക്കാനാണോ ഒരാളെ MLA ആക്കി വിടുന്നത്? പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനെ UDF ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റാനാണോ ഒരാളെ MLA ആക്കി വിടുന്നത്? അല്ല എന്ന് തന്നെയാണ് എന്റെ മറുപടി. ഇത് ഒരു പ്രാവശ്യമല്ല, പലതവണ ഞാൻ പ്രിയപ്പെട്ട സജീവനാണ് ഞാൻ വിളിക്കുന്നത്. സജി മഞ്ഞക്കടമ്പലിനോട് ബന്ധപ്പെട്ടപ്പോഴൊക്കെ പലപ്പോഴായ ഇന്ന് പുതിയ മത്സരത്തിലേക്ക് തോന്നുന്നു ഇത്ര വേദനയോടെ അദ്ദേഹം പൊട്ടിത്തെളിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. ഈ വേദന കണ്ടറിഞ്ഞവരാണ്, അനുഭവിച്ചറിഞ്ഞവരാണ് ഈ ഇരിക്കുന്നവരും നിങ്ങളെല്ലാം എനിക്കറിയാം. അത്രമാത്രം വേദനയുടെ തിരിച്ചുപോയിലൂടെ നമ്മളുടെ ചെയർമാനെ നയിച്ചപ്പോൾ മാത്രമാണ് ഒരു തരത്തിലും ആ പാർട്ടിയിൽ ഇനി തുടരാനൊരു സാധ്യതയില്ല എന്ന് നമുക്ക് വ്യക്തമായപ്പോൾ മാത്രമാണ് ഈ ഒരു നിലപാടിലേക്ക് നമ്മൾ എത്തേണ്ടി വന്നത്. എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ്? ശ്രീ സജി മഞ്ഞക്കടമ്പൽ ചെയ്ത തെറ്റല്ല എന്ന് ശ്രീ മോൻസ് ജോസഫ് പറയണം. നിങ്ങളെ MLA ആക്കി വിട്ടത് പാർട്ടിയാണ്. എത്ര തവണ നിങ്ങൾ MLA ആയി? എന്നിട്ട് ഇതാണോ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനോട് ചെയ്യേണ്ടത്? നിങ്ങൾ മറുപടി പറയണം. കാരണം കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന ശക്തമായ ഒരു പാർട്ടിക്ക് ഇവിടെ പേരിടത്തവേ അതിന് കാരണം ശ്രീ മോൻസ് ജോസഫ് MLA നിലപാടുകൾ തന്നെയാണ് എന്ന് ആവർത്തിച്ച് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാലം കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ശ്രീ മോൻസ് ജോസഫ് ഒന്ന് മനസ്സിലാക്കിയെന്നാണ്. കാരണം പാർട്ടിക്ക് വേണ്ടി രാവും പകലും ചോര വിയർപ്പാക്കി പണിയെടുത്ത ശ്രീ സജി മഞ്ഞക്കടമ്പലിനെ എന്തിനാണ് ഇത്രമാത്രം അപമാനിച്ചത് എന്ന് കേരള കോൺഗ്രസ് പാർട്ടി മറുപടി പറയണം. എനിക്ക് അവിടുത്തെ നേരത്തെ സജി ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ എനിക്ക് അതിലെ ഒരു നേതാവിനോട് ദേഷ്യമില്ല, ഒരാളോടും പരിഭവമില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു വേദന വന്നപ്പോൾ ഇങ്ങനെയാണ് ഇത്രമാത്രം സീനിയർ നേതാക്കളുടെ ആ പാർട്ടി പെരുമാറേണ്ടിയിരുന്നത്. അദ്ദേഹം എന്താണ് വലിയ എന്നയാളാണോ? 40 വർഷമായിട്ട് ഞാൻ മറന്നുപോകാൻ ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. 40 വർഷമായിട്ട് 10ാം വയസ്സിൽ രാഷ്ട്രീയ രംഗത്തേക്ക് പൊതുജന സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങിയ നമ്മുടെ നേതാവ്. പാലാ സെന്റ് തോമസ് സ്കൂളിലെ ചെയർമാനായി തുടക്കം, പിന്നീട് സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ ASC യൂണിറ്റ് പ്രസിഡന്റായി, അതിനുശേഷം യൂത്ത് ഫ്രണ്ട് ഓണാർ വാർഡ് പ്രസിഡന്റ്, യൂത്ത് ഫ്രണ്ട് കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ്, പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ്, കോട്ടയം ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ്, 2000 മുതൽ 2500 വരെ കണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, 2005 മുതൽ 2010 വരെ ലാലൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, 2010 കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ. മാണിസാറിന്റെ കൂടെ അടിയുറച്ചു നിന്ന UDF രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ശക്തരായ ഘട്ടമായിട്ടാണ്. അതുകൂടാതെ CF തോമസിന്റെ സാറിന്റെ കൂടെയും UDF തന്നെ അടിയുറച്ചു നിന്നു.
ഇത്രമാത്രം കാലം UDF-നെ സേവിച്ച, കേരള കോൺഗ്രസിനെ സേവിച്ച ഒരു നേതാവ് ഇതാണവസ്ഥയെങ്കിൽ, പൊതുജനങ്ങളിൽ നിന്ന് വിട്ടുമാറാതെ പ്രവർത്തിച്ച ഒരു നേതാവിന് ഇതാണ് അവസ്ഥയെങ്കിൽ, പ്രിയപ്പെട്ട കേരള കോൺഗ്രസുകാരെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ നയിക്കുന്ന പാർട്ടിയിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന അനുഭവം എന്നതിന്റെ ചൂണ്ടുവല മാത്രമാണ് ശ്രീ സജി മണിക്കടമ്പിൽ എന്ന് ഞാൻ പറഞ്ഞു. ശ്രീ സജി മണിക്കടമ്പിലെ ചവിട്ടി താഴ്ത്താൻ ഞങ്ങൾ ആരും തന്നെ നിന്ന് തരില്ല എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പറയുകയാണ്. അതേപോലെ തന്നെ ഇന്ന് ധാരാളം കേരള കോൺഗ്രസിന് ഉണ്ട്, അല്ലെ, പല പേരുകളിൽ കേരള കോൺഗ്രസിലുണ്ട്. പക്ഷേ ഇവരെല്ലാം കേരള കോൺഗ്രസിന്റെ ആധാരശീലിയായ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റുകളെ ഉദയം ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ നേതാക്കൾക്കും, എല്ലാ പ്രവർത്തകർക്കും ഞാൻ ഉറപ്പു തരാം. കേരള കോൺഗ്രസ് ശ്രീ മാണി സാറും അതേപോലെ തന്നെ CF തോമസ് സാറും എല്ലാം നമുക്ക് കാട്ടിത്തന്ന നയങ്ങൾ അതിൽ ശക്തമായി മുറുകെ പിടിച്ചുകൊണ്ട് ശ്രീ സതീശൻ സൂചിപ്പിച്ച പോലെ PJ ജോസഫ് സാറും നമ്മളോട് സൂചിപ്പിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ പാലിക്കുവാനും അവ പ്രവൃത്തി ബന്ധത്തിൽ കൊണ്ടുവരാനും ഈ പാർട്ടി ശ്രമിക്കുന്നതാണ്. അതിനുവേണ്ടി എല്ലാവിധ ശ്രമങ്ങളും എല്ലാവിധ പരിശ്രമങ്ങളും വർക്കിംഗ് ചെയർമാൻ എന്ന രീതിയിൽ ഏത് രീതിയിലാണ് എല്ലാ രീതിയിലും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഉറപ്പ് ഞാൻ നൽകുകയാണ്. ഒരു കാര്യം കൂടി, ഇവിടെ ഇന്ന് വന്യമൃഗ ശല്യവും അതേപോലെ തന്നെ കാട്ടാടികളുടെ ശല്യവും എല്ലാം കൂടുതലുകയാണ്. ഇതിനെതിരെ അവിടെയും ഇവിടെയും കുറച്ച് ജനങ്ങൾ പോയി കുത്തിയിരുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങൾക്ക് പരിഹാരമാക്കില്ല. കർഷകരുടെ വേദനകൾക്ക് കേവലം ഏതെങ്കിലും വാൽനോക്കി പ്രഭവങ്ങളിൽ കൊണ്ട് പരിഹാരമാക്കില്ല. ഇതിലെല്ലാം തന്നെ ക്രിയാത്മകമായ ഇടപെടൽ നടത്താൻ തന്നെയാണ് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് കരുതിയിരിക്കുന്നത്. നമ്മുടെ ചെയർമാൻ ശ്രീ സജി മണിക്കടമ്പിലിന്റെ നേതൃത്വത്തിൽ ശക്തമായി ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കേന്ദ്രത്തിലെ NDA സർക്കാരുമായി നിരന്തരമായ ആശയവിനിമയം നടത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ശക്തമായ ഒരു കേന്ദ്രവും അതേപോലെ തന്നെ സുന്ദരമായ ഒരു കേന്ദ്രം ഇതിനുവേണ്ടി അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം എന്നും ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മളുടെ പ്രിയങ്കരനായ NDA സ്ഥാനാർത്ഥി ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ഏതാൻ നിമിഷങ്ങൾക്കകം ഇങ്ങോട്ട് കടന്നു വരുന്നതാണ്. അദ്ദേഹത്തെ ഓക്കെ. അപ്പോൾ ഇതാണ് കേന്ദ്രത്തിൽ നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം. അതിനുവേണ്ടി ശക്തമായ പ്രവർത്തനം തന്നെ നമ്മൾ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി തുടരുമെന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി എത്തിക്കഴിഞ്ഞു, പ്രിയപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളി എത്തിക്കഴിഞ്ഞു. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബഹുമാനായ തുഷാർ വെള്ളാപ്പള്ളി നമ്മുടെ പാടുവാനായി നമ്മുടെ സ്നേഹപൂർവ്വം ഞാൻ ഈ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് നമ്മുടെ പിന്തുണ കൊടുക്കുവാനുള്ള കാരണം പറയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ 3 സ്ഥാനാർത്ഥികളുണ്ട്. ആ 3 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൃത്യമായി ഇവിടെ കാർഷിക വിഷയങ്ങൾ, പ്രത്യേകിച്ച് റബ്ബറിന് 250 രൂപ വില ഉറപ്പാക്കുമെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കാൻ പ്രിയപ്പെട്ട ശ്രീ തുഷാർ വെള്ളാപ്പള്ളിക്ക് മാത്രമേ സാധിക്കുള്ളൂ. മറ്റ് സ്ഥാനാർത്ഥികളൊന്നും റബ്ബറിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടില്ല. അവരുടെ പ്രസ്താവനകൾ മാത്രമേ എടുക്കൂ. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് വലിയ സുസ്ഥിരമായ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്. ആ കേന്ദ്ര ഗവൺമെന്റ് വീണ്ടും തുടരുമെന്ന് ആർക്കും സംശയമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രിയപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളി
ഈ നിയോജകമണ്ഡലത്തിൽ ജനപ്രതിയായാൽ നമുക്ക് ഒരു കേന്ദ്രമന്ത്രിയെ നമുക്കൂടെ ലഭിക്കും എന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകുമ്പോൾ നമ്മുടെ നിയോജകമണ്ഡലത്തിലെ വികസനങ്ങൾ, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കും. നമുക്കറിയാം, ഞാൻ പറഞ്ഞു എല്ലാ മുന്നണിയും എല്ലാം കൊടുത്തു. എന്തുകൊണ്ട് NDA മുന്നണിയെ തെരഞ്ഞെടുക്കുന്നു? ഞാൻ പറഞ്ഞു NDA മുന്നണിക്കും ചില കുറവുണ്ടാകാം, പക്ഷേ ആ കുറവുകളെ തിരുത്തുവാനുള്ള തിരുത്തൽ ശക്തിയായി ഞങ്ങൾ കൂടി ആ NDA മുന്നണിക്ക് ചേരുന്നതാണ് പറഞ്ഞത്. ഇടതുപക്ഷ മുന്നണിക്ക് കുറവുകൾ മാത്രമേ ഉള്ളൂ, അതിനേക്കാൾ കുറവുകളാണ് യൂണിഫോമുള്ളത്. അവർക്ക് ഭയപ്പെട്ടത് NDA മുന്നണിയാണെന്നും അതിന്റെ സ്ഥാനാർത്ഥിയാണെന്നും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് അഭിമാന മത്സരം ഞങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളിക്ക് പിന്തുണ കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തെ വിജയിപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന കേരള കോൺഗ്രസ് പ്രവർത്തകർ നിങ്ങൾ വരും ദിവസങ്ങളിൽ അരയും തലയും മുടക്കി രംഗത്തുണ്ടാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് നിരവധിയായ വിഷയങ്ങൾ കൊണ്ടുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പരിഹരിപ്പിക്കുവാൻ കരുത്തുള്ള കർമ്മശേഷിയുള്ള നേതാവായ പ്രിയപ്പെട്ട തുഷാർ വെള്ളാപ്പള്ളിയെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിൽ സംസാരിക്കുവാനായി പ്രിയപ്പെട്ട ബഹുമാനായ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയെ ഒരിക്കൽ കൂടി സംരക്ഷിച്ചു. പ്രിയപ്പെട്ട സജി മനഗണം ഉൾപ്പെടെ വേദിയിൽ സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരൻ, ഇന്ന് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നവരാണെന്ന സത്യാവസ്ഥ കോട്ടയത്തുള്ള മുഴുവൻ ആളുകളും മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഈ രണ്ട് കേരള കോൺഗ്രസ് നമ്മൾ നിൽക്കുന്ന ഇത് പരിശോധിച്ചാൽ അവരെന്തിനു വേണ്ടി ഇത് നിലനിൽക്കുന്നു? കോട്ടയത്തിന്റെ വികസനം, അതല്ലെങ്കിൽ കോട്ടയത്തിൽ റബ്ബറില്ല, ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായി കേരള കോൺഗ്രസിലെ പ്രവർത്തനം നടത്തിയെങ്കിൽ അതിൽ ഒരു തരത്തിലുള്ള പ്രോഗ്രസും ഇതുവരെ അവർക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട സജി ഇങ്ങനൊരു സ്റ്റാൻഡ് എടുത്തതിൽ സത്യത്തിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. അത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ നിലപാടുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് റബ്ബറിന്റെ പ്രശ്നം ഇവിടെ അവസാനിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് ആവശ്യമില്ല. നമുക്ക് ഇപ്പൊ തന്നെ റബ്ബറിനെ കുറിച്ച് കഴിഞ്ഞ ഇന്നലെ തന്നെ ഞാൻ റബ്ബർ ബോർഡ് ചെയർമാനുമായി കണ്ടിരുന്നതാണ്. കാര്യം നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥ പ്രശ്നങ്ങൾ പഠിക്കാതെ ഒരു റബ്ബറിന്റെ ഷീറ്റെടുത്ത് മുണ്ടെടുക്കുകയും അത് ജനങ്ങൾ മുഴുവനുണ്ടാക്കി സാധാരണ കൊണ്ടുപോയി പത്രമാധ്യമങ്ങൾ വാർത്ത ഉണ്ടാക്കാനല്ലാതെ UPA സർക്കാർ ഉണ്ടായിരുന്ന കാലത്ത് അതിന്റെ ഭരണത്തിൽ അന്നിരുന്ന MP-മാർ തന്നെയാണ് ഇപ്പോഴും മത്സരിക്കുന്നത് രണ്ടുപേരും. അവർ ആ കാലഘട്ടത്തിൽ ഒന്നും തന്നെ ചെയ്യുവാൻ അവർ കഴിഞ്ഞിട്ടില്ല. അത് കഴിയാത്ത കാര്യം ഈ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടും പറ്റി പറയുവാനോ അതിന് പരിഹാരം കാണുവാനോ എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. ഞാൻ മത്സരിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് തന്നെ വളരെ വ്യക്തമായി ഈ കാര്യത്തെ കുറിച്ച് പ്രധാനമന്ത്രിയോടും അതുപോലെ എൻആർജിയോട് ഉൾപ്പെടെ അതുപോലെ തന്നെ അമിത്ഷാജിയോട് ഉൾപ്പെടെയുള്ളത് ഡിസ്കസ് ചെയ്ത ശേഷമാണ് ഇങ്ങനെ തീരുമാനമെടുക്കുകയും ഞാനിവിടെ വന്ന് മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. കാര്യം കോമ്പൗണ്ട് റബ്ബറിന്റെ ഇമ്പോർട്ട് ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഏഷ്യൻ കൺട്രികളിൽ നിന്ന് ഇപ്പോഴും 10% ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോമ്പൗണ്ട് റബ്ബർ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് ഒറിജിനൽ റബ്ബർ തന്നെയാണ് കൊണ്ടുവരുന്നത്, നാച്ചുറൽ റബ്ബർ തന്നെയാണ് കൊണ്ടുവരുന്നത്. അതിനകത്ത് എന്തെങ്കിലും മിക്സ് ചെയ്ത് അത് കോമ്പൗണ്ട് റബ്ബറാക്കി അത് നേരെ 10% ഡ്യൂട്ടിക്ക് ഇവിടെ ഇറക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് കേന്ദ്ര ഗവൺമെന്റ് നടപടിയെടുത്ത് അത് ഏതാണ്ട് ഇപ്പം നമ്മുടെ നമ്മുടെ യൂറോപ്യൻ കൺട്രീസിൽ നിന്നും മറ്റുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഏഷ്യൻ കൺട്രീസ് ഒഴികെയുള്ള രാജ്യങ്ങളിലെല്ലാം ഇപ്പൊ ഏതാണ്ട് അതിന്റെ ടാക്സ് കൂട്ടിയുകൊണ്ട് നമ്മുടെ റബ്ബറിന്റെ വില ഒരു കാരണവശാലും കുഴപ്പമില്ല. ഈ പറഞ്ഞ ഈ പ്രശ്നം കൂടെ തീർത്താൽ റബ്ബറിന്റെ വില നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ വരും. കാരണം നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലായി, സാധാരണ ഒട്ടുപാട് എടുത്ത് ഈ പറയുന്നത് നമ്മൾ എടുത്തിട്ട് നമ്മൾ വെറുതെ നമ്മൾ റബ്ബർ ബാൻഡ് ഉണ്ടാക്കിയിട്ട് ആ റബ്ബർ ബാൻഡ് 1 കിലോയുടെ വിലയും ഒരു ഒട്ടുപാടിന്റെ വിലയും തമ്മിൽ നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കും. ഒരു സാധാരണ റോ മെറ്റീരിയലും ഒരു പ്രോഡക്റ്റും തമ്മിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എത്രയോ ഇരട്ടിയാണ് ഈ ഓരോ പ്രോഡക്റ്റ് റബ്ബർ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഓരോ ആളുകൾക്കും മാർജിൻ കിട്ടുന്നത്. യഥാർത്ഥത്തിൽ കർഷകർക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല എന്ന സത്യാവസ്ഥ. കാരണം ഞാനിപ്പോ റബ്ബർ കർഷകൻ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പഠിക്കുകയോ ഒരു പരിഹാരം കാണുവാനോ ശ്രമിക്കാതെ ഓരോരും പ്രസംഗിക്കുകയും ഇത്രയും നാളുകളായി കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് നിന്നുകൊണ്ട് ഈ പറയുന്ന റബ്ബർ കർഷകരുടെ പ്രശ്നം തീർക്കുമെന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിയതല്ലാതെ ഒന്നും തന്നെ അവർക്ക് ചെയ്യുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് നമ്മുടെ കൂട്ടായ്മയിലൂടെ തീർച്ചയായും
ഇന്ത്യയിലെ ഘടകകക്ഷിയായി വരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി വരും ദിവസങ്ങളിൽ ഈ പറയുന്ന റബ്ബറിന്റെ വിഷയങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ ധൈര്യമായി നമ്മുടെ എല്ലാ ആളുകൾക്കും വാങ്ങിക്കൊടുക്കാം. കാരണം എനിക്ക് ഉറപ്പ് കിട്ടിയിട്ടുള്ളത് അതുപോലെ ഉറപ്പുള്ള ആളുകളുടെ കയ്യിൽ നിന്നാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ കോട്ടയം സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ നമ്മുടെ ടൂറിസം മേഖലയുടെ അവസ്ഥ എന്താണ്? ഇവിടെ ടൂറിസം മേഖലയുടെ അവസ്ഥ എന്ന് പറയുന്നത് നാച്ചുറലായി ഉണ്ടായിട്ടുള്ള ടൂറിസം എന്നുള്ളതല്ലാതെ അതിന് യാതൊരു ഡെവലപ്മെന്റ് ഉണ്ടാക്കുവാൻ വേണ്ടി ഇതുവരെ അവർക്കൊന്നും കഴിഞ്ഞില്ല. നമുക്ക് നിസ്സാരമായി ഈ പറയുന്ന അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുവാനും അവിടെ ടൂറിസ്റ്റുകളെ കൂടുതൽ അട്രാക്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന മുഴുവൻ അവിടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഡിസ്കസ് ചെയ്ത് പോകാം. അതുകൂടാതെ നമുക്ക് ഇപ്പൊ പിൽഗ്രിം ടൂറിസം ഏറ്റവും പ്രധാനപ്പെട്ട നടക്കാൻ പറ്റുന്ന ജില്ലയാണ് കോട്ടയം എന്ന് പറയുന്നത്. കാര്യം ഇവിടെ സംബന്ധിച്ചോളം നമ്മുടെ ഒരുപാട് പ്രധാനപ്പെട്ട പള്ളികൾ അതുപോലെ ശബരിമല ഉൾപ്പെടെയുള്ള ആളുകൾ പോകണമെന്നുണ്ടെങ്കിൽ കോട്ടയം വഴി വേണം പോകാൻ. അതുകൊണ്ട് തന്നെ ഇവിടെ പിൽഗ്രിം ടൂറിസം സർക്യൂട്ട് എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ടുകൾ നമുക്ക് കേരളത്തിൽ നടപ്പാക്കാൻ കഴിയും. ഇതൊക്കെ നമുക്ക് നടപ്പിലാക്കി നമുക്ക് കോട്ടയത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുവാനും കേരള കോൺഗ്രസ് എന്തിനു ഉണ്ടായി അല്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുവാൻ കൂടെ മറ്റുള്ള രണ്ട് കേരള കോൺഗ്രസുകാർക്കും ഒരു മറുപടിയായി നിങ്ങൾ കൂടുതൽ വളർന്നു വരണം എന്നാണ് എന്റെ അഭിപ്രായം. അത് കോട്ടയത്തും അതുപോലെ മറ്റുള്ള പരിസര പ്രദേശങ്ങളിലും എല്ലാ ജില്ലകളിലും സംഘടനാ സംവിധാനം സജീവമാക്കി നിങ്ങളൊക്കെ നിന്നാൽ നമുക്ക് ഒറ്റക്കെട്ടായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇന്ന് ഏതായാലും ഈ ഇലക്ഷൻ കഴിയുമ്പോൾ 400 പല സീറ്റുമായി ഈ പറയുന്ന എൻഡിഎ ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം നമുക്കില്ല. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സ്റ്റാൻഡിലുള്ളത്. നാളെ നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഇന്ത്യ ഗവൺമെന്റിന് കൂടെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ കൂടെ ഉള്ള ആളുകളാണ് എന്ന തിരിച്ചറിവും ചങ്കുറപ്പോടും കൂടെ നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യം കൃത്യമായി നടപ്പിലാക്കുന്നത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അനുഭവങ്ങളിലൂടെ അറിയാവുന്ന ഒരാള് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്. അതുകൂടാതെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷം തീവ്രവാദത്തെ കുറിച്ചോ ലവ് ജിഹാദിനെ കുറിച്ചോ ഇവിടെ ഈ പറയുന്ന രണ്ട് സ്ഥാനാർത്ഥികളും അക്ഷരം പറയുന്നില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ റബ്ബറിന്റെ വിഷയത്തെ കുറിച്ചും ഇവരാരും ചർച്ച പോലും ചെയ്യുന്നില്ല. വില കൂട്ടാനുള്ള കാര്യം പറഞ്ഞാൽ വേറെ വിഷയമാണ് പറഞ്ഞു പോകുന്നത്. ലവ് ജിഹാദിനെ കുറിച്ച് ചോദിച്ചാൽ അതിനെപ്പറ്റി ഒരു ഉത്തരവ് കൂട്ടാക്കുന്നില്ല. ഇവിടെ തീവ്രവാദം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ കയറ്റിയയക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ലവ് ജിഹാദുകൾ നിലനിൽപ്പുണ്ടെന്ന് മുൻ മുഖ്യമന്ത്രി AK ആന്റണി ഉൾപ്പെടെ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ മുഴുവൻ പറഞ്ഞിട്ട് പോലും അതിലൊരു നടപടി എടുക്കുവാനോ അതിനെക്കുറിച്ച് വാതുറക്കുവാൻ വേണ്ടി പോലും MP-മാർ എന്നുള്ള നിലയ്ക്ക് ഇന്ന് വരെ ഇവിടെ ആരെങ്കിലും സ്ഥാനത്തുണ്ടോ? ഇത് ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിം സഹോദരന്മാരിൽ 1% പോലും ആളുകൾ ഇതിൽ അനുകൂലിക്കുന്നതല്ല. ആയി പറയുന്ന 1%-ൽ താഴെ നിൽക്കുന്ന ആളുകൾ അവരുണ്ടാക്കുന്ന പ്രശ്നം കൊണ്ട് അത് ബഹുഭൂരിപക്ഷപ്പെട്ട ആളുകൾ നമ്മളോടൊപ്പം ചെയ്യുന്നവരാണ്. ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന അഭിപ്രായം പറയുന്ന അവർക്ക് പോലും അത് ഇത് കാണാതെ ഈ പറയുന്ന തീവ്രവാദികളുടെ നൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് ഈ പറയുന്ന ആളുകൾ മുഴുവൻ നിൽക്കുന്നത്. ഇതിൽ നിന്നൊക്കെ മാറി ഈ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി കേരളം ഇന്ന് യഥാർത്ഥത്തിൽ ഇവിടെ ശ്രീലങ്കയേക്കാൾ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന അവസ്ഥയാണ് നമ്മളത്. ഇതൊക്കെ മാറ്റുവാൻ ഇന്ത്യ ഇന്ന് ലോകത്തിൽ തന്നെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു. ഈ ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യ മാറിയതിന് കാരണക്കാരൻ എന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. ഇന്ത്യക്കാരുടെ പാസ്പോർട്ടുമായി നമ്മുടെ ഈ ലോകത്തിൽ എവിടെ ചെന്നാലും നെഞ്ചിരിച്ച് നിൽക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു ഇന്ത്യൻ എന്നുള്ള നിലയ്ക്കുള്ള അഭിമാനത്തോട് നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയെ അദ്ദേഹം മാറ്റി. അതുപോലെ വ്യാവസായിക രംഗത്തും വലിയ മാറ്റങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള പദ്ധതികൾ മറ്റുള്ള സംസ്ഥാനങ്ങൾ നടപ്പിലാക്കി കൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളം വളരെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് MP-മാരുണ്ടാകണം. നമുക്ക് കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് 10 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ നൽകിയത് ഏതാണ്ട് 50,000 കോടി രൂപയാണ്. ഇന്ന് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് NDA സർക്കാർ നൽകിയത് 1,40,000 കോടി രൂപയും. അത്രയും സമ്പത്തുകൾ നൽകിയിട്ടും അത് ഭഗവാൻ ചെലവാക്കിയോ അതല്ലെങ്കിൽ ഇവിടെ നമ്മുടെ മെയിൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലൂടെ ഹൈവേകളും മറ്റുമല്ലാതെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നേരിട്ട് നടപ്പിലാക്കിയ പ്രോജക്റ്റുകളല്ലാതെ കൃത്യമായി അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. കാരണം ഈ ഗവൺമെന്റ് കുറ്റമന്ത്രി മാത്രം കുറ്റമന്ത്രി കഴിയുന്നില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും നാളുകളായി
ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു അവസ്ഥ ഇടിച്ചൊതുക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരികയുണ്ടായത്. അതിന് ഈ പറഞ്ഞ രണ്ട് കക്ഷികൾ ഉത്തരവാദികളാണ്. ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് കേരള കോൺഗ്രസിന്റെ ഈ ഘടകം നിങ്ങൾ വളരുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ നമ്മുടെ അണികളെ ചേർക്കുവാനും കൂടുതൽ എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികളും അതുപോലെ തന്നെ നിയോജകമണ്ഡല കമ്മിറ്റികളും ഒക്കെ ഉണ്ടാക്കി വളരെ സജീവമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം പ്രത്യേകിച്ച് സജിയെ ഈ നിലവിൽ എല്ലാവരെയും നമ്മളെല്ലാം ഒറ്റ കുടുംബത്തിലെ അംഗങ്ങളെ കൂട്ട് പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വാക്കുന്നുണ്ട്. എന്നെ ഈ വാക്കുകൾ നന്ദി, നമസ്കാരം. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ചെയർമാൻ ശ്രീ സജി മഞ്ഞക്കളമ്പിൽ, ഇന്ന് പാർട്ടി ഇവിടെ പദ്ധതികൾ നിർത്തി തുടക്കം കുറിച്ച ശ്രീ രമൺലാലൻ, നമ്മുടെ എല്ലാം പ്രിയങ്കരമായ ആവേശമായ സ്ഥാനാർത്ഥി ശ്രീ തുഷാർജി, വേദിയിലുള്ള പ്രിയങ്കരായ നേതാക്കന്മാരെ, എല്ലാ സഹപ്രവർത്തകരെ, വളരെ അഭിമാനവും സന്തോഷവും ആഹ്ലാദവും എല്ലാം നിറഞ്ഞ ഈ അന്തരീക്ഷത്തില് വിശുദ്ധനായ ചവറാസ് ഏലിയാസ് അച്ഛന്റെ അനുഗ്രഹം ചൊല്ലിയിരിക്കുന്ന ഈ ഭാവന മണ്ണില് ഇന്ന് നമ്മൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. 1988 ബഹുമാനപ്പെട്ട ശ്രീ കെ എം മാണിയുടെ കയ്യിൽ നിന്ന് മണിസാറാണ് എന്നെ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേർത്തത്. അന്ന് തൊട്ട് എന്ന് പറയാനാണെങ്കിൽ എനിക്ക് ശ്രീ സജി മഞ്ഞക്കളമ്പിനെ അറിയാമായിരുന്നു. യൂത്ത് ഫെഡിന്റെ നേതാവെന്ന പേര് ഞാൻ കേരള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്ന സമയത്ത് പല പ്രാവശ്യവും ആ ചെറുപ്രായത്തിൽ തൊട്ടേ സജി പ്രമുഖത്ത് വരികയും എല്ലാ പരിപാടികളിലും യുവാക്കളെ ആകർഷിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്നിങ്ങനെ ശ്രീ കെ മാണിയുടെയും ശ്രീ സി എഫ് റോസിന്റെയും ആ നാമധേയം നിലനിർത്തിക്കൊണ്ട് അതേപോലെ തന്നെയുള്ള കേരള കോൺഗ്രസ് ഉണ്ടായി എന്നുള്ളത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ശ്രീ സജീവമായിട്ടുള്ള സജിക്ക് വന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചൊക്കെ വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിക്ക് ഇനിയും വളരെയധികം പരിപാടികളിൽ പങ്കെടുക്കാനായിട്ടുണ്ട്. ഈ തിരക്കിനിടയിലും അദ്ദേഹം സമയം കണ്ടെത്തി നമ്മുടെ കേരള കോൺഗ്രസ് പാർട്ടിയെ അനുഗ്രഹിക്കാൻ ഇവിടെ എത്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ മനസ്സില് ഞങ്ങളെന്നും ഇതിനെ കാത്തു സൂക്ഷിക്കും. അങ്ങനെയുള്ള എല്ലാ സത്യസന്ധതയും ഞങ്ങൾ പുലർത്തും. ഞങ്ങളുടെ ക്ഷീണം അങ്ങനെ വിജയത്തിന് വേണ്ടിയും അതുവഴി നമ്മുടെ നാട്ടിന് ഒരു മന്ത്രിയെ ലഭിക്കാൻ വേണ്ടിയും പ്രവർത്തിക്കും, പ്രാർത്ഥിക്കും. ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ലഭിക്കും എന്ന് അങ്ങനെ അംഗീകരിക്കുന്ന വാഗ്ദാനം ചെയ്യുക. അദ്ദേഹം ശ്രീ നിരണംകാരൻ, അദ്ദേഹത്തിന് പണ്ടുതൊട്ട് നമുക്ക് എല്ലാം ബന്ധുമാണ്. അദ്ദേഹം സമയം കണ്ടെത്തി ഇവിടെ വന്നാൽ നമുക്ക് ഈ നാമം നൽകി നമ്മൾ അനുഗ്രഹിച്ചതിന് ഈ പദ്ധതികൾ പൂർത്തിയതിന് അദ്ദേഹത്തോട് അവിടെ തുടർന്ന് ഞാൻ രേഖപ്പെടുത്തുന്നു. വേദിയിലെ നേതാക്കന്മാർ എല്ലാവരും ഉണ്ട്, എന്റെ സഹപ്രവർത്തകർ എല്ലാവരും മുന്നിലുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിലെ ഞാൻ നന്ദി പറയാനാണ് ആഗ്രഹിക്കുന്നത്. എൻഡിഎയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ കെ ഭാർഗവകുമാർ, അദ്ദേഹം നമ്മുടെ വേദിയിൽ നമ്മളിവിടെ ഉണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. BDS-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സന്ദീപ് നമ്മുടെ കൂടെ ഏതാനും ദിവസം ചെലവഴിച്ചു എന്നുള്ളത് വളരെ ആഹ്ലാദകരമായ കാര്യമാണ്. അദ്ദേഹത്തിന് ഞാൻ വെറുതെ അർപ്പിക്കുന്നു. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ആരെ ഞാൻ പേരെടുക്കുന്നത് സന്ദീപ് തൊഴിലാണ് ഇവിടെ വന്ന് ശ്രീ സജിയോടും ഈ കേരള കോൺഗ്രസ് പാർട്ടിയോടും നമ്മൾ കാണിച്ച ഈ ആത്മാർത്ഥത ഇതൊരു പുതിയ തുടക്കമാകട്ടെ.
ഈ കേരളത്തില് പുതിയ ഈ കേരള കോൺഗ്രസ് ചരിത്രം സൃഷ്ടിക്കട്ടെ എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. നമുക്ക് നമ്മുടെ എല്ലാം ആഗ്രഹം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്ന ഇന്നലെ പരിപാടികൾ വളരെ മനോഹരമാക്കിയ എല്ലാ പ്രവർത്തകരെയും ഒപ്പം നമ്മുടെ വാർത്തകൾക്ക് അത് അറിയിക്കുന്ന പ്രാധാന്യം നൽകി എല്ലാവരെയും അറിയിക്കുകയും അറിയിക്കാൻ പോവുകയും അറിയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയങ്കരായ മാധ്യമ പ്രവർത്തകരെ അവരാണ് കണ്ണ്, അവരാണ് കാണുന്നത്, അവരാണ് നമ്മുടെ ജീവ. അവരെയും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നന്ദി, നമസ്കാരം.